എൻ്റെ ഒരു ഒറ്റ ചോദ്യമേ ഉള്ളൂ. കഴിഞ്ഞ കുറച്ച് നാളുകളിലെ സമരങ്ങൾ നമുക്കൊന്ന് താരതമ്യം ചെയ്ത് നോക്കാം ജിമ്മി. വളരെ എളുപ്പം താരതമ്യം ചെയ്യാവുന്നതാണ്. ഈ DYFIയുടെയും SFIയുടെയും ചില സമരങ്ങൾ എടുത്തു നോക്കിയാൽ അതിൽ ചില സമരങ്ങളുടെ സ്വഭാവം കാണാം. ഒരു മനുഷ്യച്ചങ്ങല DYFI ഉണ്ടാക്കി. തൊഴിലില്ലായ്മയ്ക്കും റെയിൽവേയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുമായി ബന്ധപ്പെട്ടായിരുന്നു കേരളം കണ്ട വലിയ ഒരു മനുഷ്യച്ചങ്ങലയായിരുന്നു അത്. സമാനമായ ഏതെങ്കിലും ദേശീയ വിഷയത്തിൽ നിങ്ങൾ യൂത്ത് കോൺഗ്രസിൻ്റെയോ KSUവിൻ്റെയോ കേരളം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു സമരപരിപാടി കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഒരെണ്ണം ദേശീയ വിഷയത്തിൽ ഒരെണ്ണം പറഞ്ഞാൽ മതി, ഏതെങ്കിലും ഒരു വിഷയത്തിൽ. രണ്ടാമത്തത്, മോദിജി വേർ ഈസ് മൈ ജോബ് എന്ന് 2 ദിവസത്തെ കേന്ദ്ര സർക്കാരിൻ്റെ ഓഫീസുകൾ ഉപരോധിച്ചുകൊണ്ടുള്ള സമരം DYFI സംഘടിപ്പിച്ചില്ലേ? വലിയ നേതാക്കൾ അറസ്റ്റിലായില്ലേ? അഗ്നിപഥ്, ഈ രാജ്യത്തെ ചെറുപ്പക്കാരുടെ സുരക്ഷ, ചെറുപ്പക്കാരുടെ ജോലി സുരക്ഷ, സൈന്യത്തിൻ്റെ വീര്യം, അതേപോലെ തന്നെ സാമൂഹിക ഘടനയൊക്കെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള അഗ്നിപഥ് വരുന്ന സമയത്ത് രാജ്യവ്യാപകമായ പ്രതിഷേധം സംഘടിപ്പിച്ചത് DYFI എന്ന സംഘടനയല്ലേ? വിലക്കയറ്റത്തിനെതിരെയും റെയിൽവേ തടയൽ സമരവുമായി മുന്നോട്ട് പോയ സംഘടന DYFI അല്ലേ? പുതുച്ചോറി ക്യാമ്പയിൻ, നേരത്തെ പറഞ്ഞു ജിമ്മി, ലഹരിയാകാം കളിയിടങ്ങളുടെ മറ്റൊരു ക്യാമ്പയിൻ. അതേപോലെ ഈ വയനാട് ചൂരൽമലയിൽ 20,50,00,000 രൂപയാണ് 100 വീട് വെച്ച് കൊടുക്കാനുള്ള പണം സർക്കാരിൻ്റെ ഖജനാവിലേക്ക് ഒരു പരാതിയുമില്ലാതെ, ഒരു സെക്രട്ടറിയും ഒരു പ്രസിഡന്റിനെയും നീക്കം ചെയ്യാതെ, ആരെയും സസ്പെൻഡ് ചെയ്യാതെ കൃത്യമായിട്ട് കൊടുത്തില്ലേ? നോക്കൂ, മറുഭാഗത്ത് ഇതേ കാര്യമാണല്ലോ യൂത്ത് കോൺഗ്രസ് ചെയ്തത്.